ഒരാൾ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സീരിയലിൽ അഭിനയിക്കുകയാണെങ്കിൽ, അല്ല നാടകത്തിൽ അഭിനയിക്കുകയാണെങ്കിൽ കൂടെ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും. സിനിമയിലാണെങ്കിൽ ഡയറക്ടർ ഉണ്ടാവും. അതപ്പോൾ തന്നെ മോണിറ്ററിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റീടേക്ക് എടുക്കാം. സീരിയൽ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അഭിനയിച്ച് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഡയറക്ടർ കട്ട് പറയും, വീണ്ടും അഭിനയിക്കാം. എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം. ഡയലോഗ് തെറ്റിയാലും വീണ്ടും അതിൽ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റിലുള്ള ഡയലോഗുകൾ പറയാം. നാടകത്തിൽ ആദ്യം ഡയറക്റ്റ് ചെയ്യും, അതിൽ കറക്ഷൻ ചെയ്യാനൊക്കെ ആളുകൾ ഉണ്ടാവും. പിന്നെ സ്റ്റേജിൽ എത്തിയാൽ തെറ്റിയാൽ തെറ്റി, അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളാണ് ഉള്ളത് ഈ അഭിനയവുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇതല്ലാത്ത ഒരു സ്ഥലത്ത് അഭിനയിക്കുമ്പോൾ, കുറേ ക്യാമറകളുള്ള ഒരു സ്ഥലത്ത് അഭിനയിക്കുമ്പോൾ നമ്മൾ അഭിനയിക്കുന്നത് ക്യാമറ എടുക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. കാരണം നമുക്കറിയണം അത് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് അഭിനയിച്ച് മരിച്ചിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞു വരുന്നത് ബിഗ് ബോസിലെ ജാസ്മിൻ്റെ അഭിനയമാണ് കേട്ടോ. ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ്റെ അഭിനയം ഗബ്രിയുടെ ഫോട്ടോ വെച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ, പ്രശ്നം ഉണ്ടാക്കാൻ ജാസ്മിൻ മുമ്പിലുണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാറ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഗബ്രിയുടെ ബെഡിൽ പോയി കിടന്ന് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് ഗബ്രി 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 ഒരു 10-15 തവണ അങ്ങനെ വിളിച്ച് ക്യാമറയിലേക്കൊന്ന് വെറുതെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്, സൂം ചെയ്യുന്നുണ്ട്, ഓക്കെ. അപ്പോൾ ഇനി വീണ്ടും അഭിനയം തുടങ്ങാം എന്നുള്ള രീതിയിലാണ്. അതിനുശേഷം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത്, എന്തൊരു പ്രശ്നം ഉണ്ടായാലും നേരെ ഓടുന്നു, ഗബ്രിയുടെ ഫോട്ടോ എടുക്കുന്നു, കുറച്ച് കരയുന്നു, നേരെ ക്യാമറയിലേക്ക് നോക്കുന്നു. ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായാൽ ആ കരച്ചിലിൻ്റെ ഒരു താളം ഒന്നുകൂടെ ഉച്ചത്തിലാവുന്നു. അങ്ങനെ അങ്ങനെ അഭിനയിച്ച് തകർക്കുന്ന ജാസ്മിനാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. എന്തായാലും അഭിനയം കൊഴുക്കട്ടെ. പുറത്തു വരുമ്പോൾ സിനിമയിലും സീരിയലിലൊക്കെ നായികയ്ക്കായിട്ട് വരാനുള്ള ഒരു അവസരം ഇതിലൂടെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. കാരണം ഇത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശോഭനയ്ക്കും മഞ്ജു വാര്യർക്കൊക്കെ ശേഷം വരുന്ന ഒരു നല്ല സൂപ്പർ ഹിറ്റ് നായികയായിട്ട് വരട്ടെ.